കണ്ണൂർ കൂത്തുപറമ്പിൽ കാറിലിടിച്ച ശേഷം വനം വകുപ്പിന്റെ വാഹനം നിർത്താതെ പോയി. അപകടത്തിൽ കാർ യാത്രക്കാരിയായ കതിരൂർ സ്വദേശിക്ക് പരിക്കേറ്റു. വാഹനം പിന്തുടർന്ന് പിടികൂടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. വാഹനം ഓടിച്ച ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. താൽക്കാലിക ഡ്രൈവർ ഇരിട്ടി സ്വദേശി രഘുനാഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ വനം വകുപ്പിന്റെ വാഹനമാണ് കാറിലിടിച്ച് നിർത്താതെ പോയത്. ഡ്രൈവർ ഇപ്പോൾ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു. ഇത് എപ്പോഴാണ് ഈ സംഭവം? സ്മൃതി, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യലഹരിയിലായിരുന്നു ഈ കാർ ഡ്രൈവറുടെ അഭ്യാസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. രാവിലെ ഏതാണ്ട് 10 മണി സമയത്ത് കൂത്തുപറമ്പ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഒരു കാർ. അതിനിടയിലാണ് പുറകിൽ നിന്നെത്തിയ ഈ വനം വകുപ്പിന്റെ വാഹനം ഈ കാറിലിടിക്കുന്നത്. ശേഷം വനം വകുപ്പിന്റെ വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പിന്നാലെ നാട്ടുകാരാണ് ഈ വാഹനം പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. ഈ സമയത്ത് മദ്യപിച്ച് ലക്കുകെട്ട നിലയിലായിരുന്നു ഈ ഡ്രൈവർ. അത് ഈ പോലീസിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ നാട്ടുകാർ ഇക്കാര്യം പറയുകയും ചെയ്തു. അങ്ങനെ പോലീസാണ് ഇപ്പോൾ ഈ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നത്. വനം വകുപ്പിന്റെ താൽക്കാലിക ഡ്രൈവറാണ് ഈ പിടിയിലായ രഘുനാഥൻ. ഈ അപകട സമയത്ത് മറ്റാരും ഈ വനം വകുപ്പിന്റെ കാറിനകത്ത്, ആ വാഹനത്തിനകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ആറളം ഫോറസ്റ്റിലെ വാഹനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നിലവിലേതായാലും കൂത്തുപറമ്പ് പോലീസ് ഈ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വനം വകുപ്പിന്റെ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ അപകടം സംഭവിച്ച നേരിട്ട കാറിലെ സ്ത്രീക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർ കതിരൂർ സ്വദേശിയാണ്. അവരെ നിലവിൽ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ശരി.